അത് പഠിച്ചവരുണ്ടാവണം, അതിനുവേണ്ടി എത്തിക്കുന്നവരുണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവിടെ സമാധാനമുണ്ടാവുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന ജനലക്ഷങ്ങൾക്ക് പുറമേ ഇതിനേക്കാൾ അധികം ജനങ്ങൾ ഇതിൻ്റെ മറുഭാഗത്തെ സ്ഥലത്തും റോട്ടിലുടനീളം അതാ നിൽക്കുകയാണ്. ആരാണ് നിയന്ത്രിക്കുന്നത്? ആരാണ് ഈ ലോകത്തെ ഈ ജനങ്ങളെ നിയന്ത്രിക്കുന്നത്? പോലീസല്ല, പട്ടാളമല്ല, തോക്കല്ല, ഉണ്ടയല്ല, മറിച്ച് ഈ ജനങ്ങളിലുള്ള ധാർമ്മിക ബോധം, ഉലമാക്കളിലുള്ള വിശ്വാസം, അതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തോടും ജനങ്ങളോടും മുഴുവൻ ആളുകളോടും നമുക്ക് പറയാനുള്ളത് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഭരണകൂടം നിയമനിർമ്മാണം ഉണ്ടാക്കുമ്പോഴും മതങ്ങളെ ഹനിക്കാതെ മതങ്ങൾ, തത്വസംഹിതകൾ നിലനിർത്താകുന്നത് കൊണ്ടുപോവുക. ഇന്ന് എവിടെയും സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുന്നു. സ്ത്രീകളെ കുഴിച്ചു മൂടപ്പെട്ടിരുന്നൊരു കാലം ഇസ്ലാമിൻ്റെ മുമ്പുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ മടങ്ങിപ്പോവുകയാണോ എന്ന് നമുക്ക് അത് പോകാമെങ്കിൽ ഈ രാജ്യ സമാധാനം വേണം. ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം കൊടുക്കണം. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സ്ഥാനം, പുരുഷന്മാർക്ക് അവരുടെ സ്ഥാനം അത് കൊടുക്കണം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മർക്കസു തഖാഫത്തി സുന്നിയയുടെ പ്രവർത്തനം, അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനം, അതിൻ്റെ കീഴിലുള്ള സംഘടന പ്രവർത്തനം, ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട്, ഇവിടെ മറച്ചു വെച്ചുകൊണ്ട് ഗേറ്റിനും റോഡിനും വയലും കണ്ടിട്ട് തീർക്കാനും ഇതിലൊക്കെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് എന്ന് പറയുന്നവരോട്, അതിന് സപ്പോർട്ട് ചെയ്യാൻ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്ത് നവോത്ഥാനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്? നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? എന്ത് നവോത്ഥാനമാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ചതോ? ഇന്നലെ ജുമാ നിസ്കരിച്ചപ്പോൾ മദീന മുനവ്വറയിലെ മാഷാ അല്ലാഹ്, ഇന്നലെ 2 ബാങ്ക് കൊടുത്തില്ലേ ജുമാക്ക്? ഇവിടെ മദീനത്ത് കൊടുക്കുന്നില്ലേ? മക്കയിൽ കൊടുക്കുന്നില്ലേ? അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് എടുത്തു കഴിയുകയും അത് തെറ്റാണെന്ന് പറയുകയും ചെയ്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണോ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ സ്ഥാനം? മറുപടി പറയണം, മറുപടി പറയണം. ഗേറ്റ് 5 കോടിന്റെ ഗേറ്റ് വെച്ചത് കൊണ്ട് അത് നവോത്ഥാനമാവുകയില്ല. കുറെ ആളുകളെ പ്രസംഗത്തിൽ എന്താ നവോത്ഥാനം ഇപ്പോ എത്തിയത്? ഒരു നവോത്ഥാനത്തിരിക്കുന്നു, ജിന്നുകളുണ്ടോ അല്ലേ എന്നുള്ള തർക്കം. ഈ തർക്കത്തിലാണോ നവോത്ഥാനം എന്ന് പറയുന്നത്? ഞാൻ അവരോടല്ല ചോദിക്കുന്നത്, ഈ വെക്കാൻ പോയ ആളുകളോടാണ്. ഓ, അത് ശരി, അത് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കം മൗലവിയും മറ്റേ മൗലവിയും
ഒക്കെ വലിയ നവോത്ഥാനത്തിന്റെ ആളുകളായിരുന്നു. നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന 90-ാമത്തെ ആണ്ട്. ഞാൻ ചോദിക്കുന്നു, ഒറ്റ ഒരു നവോത്ഥാനം പ്രവർത്തനം നിങ്ങൾക്കിവിടെ തെളിയിക്കാൻ കഴിയും? ഈ പ്രസംഗിച്ച കൂട്ടർ ഈയിടെ ഒരു പത്രത്തിൽ എഴുതി, മലപ്പുറം ജില്ലയിൽ പണ്ട് കള്ളിത്തുണിയും ഉടുത്ത് അരപ്പട്ടയും കെട്ടി ഒരു കത്തിയും കുത്തി നടക്കുന്നവരായിരുന്നു. അതൊക്കെ ഇല്ലായ്മ ചെയ്തത് ഞങ്ങളാണ്. നവോത്ഥാനം, ഇങ്ങനത്തെ നവോത്ഥാന അത് അരപ്പട്ട കെട്ടലും കള്ളിത്തുണി ഉടുക്കലും അതൊക്കെ ഓരോ നാട്ടിലും ഓരോ കാലഘട്ടത്തിലുമുള്ള വസ്ത്രധാരണയും അതിൻ്റെ ശീലവും ആണ്. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ 6 യൂണിവേഴ്സിറ്റിയുടെ കോ ചാൻസലർ മലേഷ്യയിൽ നിന്ന് വന്ന മഹൽ വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതരായ മന്ത്രിമാരും ഉയർന്ന വ്യക്തികളും മാത്രം ധരിക്കുന്ന വസ്ത്രം പാൻറ് ധരിച്ചതിന് ശേഷം അവിടുത്തെ ഒരു പ്രത്യേക വിലയുള്ള കള്ളിത്തുണി കൊണ്ട് ചുറ്റിയിരിക്കുന്നു. അത് അവിടുത്തെ സംസ്കാരമാണ്. അതുപോലെ നമ്മുടെ പൂർവികന്മാരുടെ കാലത്ത് ഏതെങ്കിലും ഒരു വസ്ത്രധാരണ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറ്റി ഒരു നവോത്ഥാനമായിട്ടാണ് എഴുതുന്നത്. അത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ? മാറിയാൽ എന്താണ്? മാറാതിരിക്കട്ടെ. ഞാൻ ഇവരെ നവോത്ഥാനത്തിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുകയല്ല, അവരെ ഗ്രന്ഥത്തിൽ എഴുതിയതാ ഇവിടുത്തെ നവോത്ഥാനം. മറ്റൊരു നവോത്ഥാനമാണ് മദീന മുനവറയിലും പരിശുദ്ധ മക്കയിലും മിസ്രിലും ബഗ്ദാദിലും അഖില ലോകത്ത് മുഴുവനും മുസ്ലിംകൾ ആചരിച്ചു വരുന്ന ഓരോ ആചാരങ്ങളും എടുത്തുകളഞ്ഞ് സ്വന്തം പ്രകാരം അള്ളാഹുവിൻ്റെ ദീനിനെ മാറ്റിമറിക്കുന്ന, എന്നിട്ട് പൊതുജനങ്ങളെ കഴുതകളാക്കുന്ന, ഇതാണ് ഇവിടെ നടക്കുന്ന നവോത്ഥാനം. ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ ഉള്ള കാലം ഞങ്ങളുടെ പേനയും ഞങ്ങളുടെ കലമും ഞങ്ങളുടെ ഗ്രന്ഥവും ഞങ്ങളുടെ സ്ഥാപനവും ഞങ്ങളുടെ നാവും ഉള്ള കാലത്തോളം നിങ്ങളെ ഈ നവോത്ഥാനത്തിന് ഇവിടെ അനുവദിക്കുകയില്ല. യാതൊരു സംശയവും വേണ്ട.